trees, unit 4 trees. So in this video we are going to discuss about the concept of recursion, then trees and tree terminology. Concept of recursion. In recursion, a function alpha either calls itself directly or calls a function beta that in turn calls the original function alpha. Then the function alpha is called a recursive function. അപ്പം എന്താണെന്ന് വെച്ചാൽ ആൽഫ എന്ന ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനായ ബീറ്റയെ വിളിക്കുകയോ എന്നിട്ട് ബീറ്റ എയെ വീണ്ടും വിളിക്കുകയോ ചെയ്യുക. ഇതിനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൽഫേനെയാണ് അവിടെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇൻ്റെ ഫംഗ്ഷൻ എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് ഇൻറ്റ് വാല്യൂ. ഇഫ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം, ലെസ് ദാൻ 1 വാല്യൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ആ ഫംഗ്ഷനെ വീണ്ടും വിളിക്കുക. ഓക്കെ, ഇതാണ് ആ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ഹിയർ ദ ഫംഗ്ഷൻ കോൾസ് itself until the value is less than 1. Okay, ഇനി a function that calls another function which in turn calls it again. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ വിളിക്കുന്നു, ആ ഫംഗ്ഷൻ തിരിച്ച് ആദ്യത്തെ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ ഈ കൊടുത്തു വിട്ടിരിക്കുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ 2നെ വിളിക്കണം. ഫംഗ്ഷൻ 2 വാല്യൂ -1 കൊടുക്കുക. അപ്പോൾ അവിടുന്ന് ഫംഗ്ഷൻ വിളിക്കുകയാണ് ചെയ്യണത്. ഫംഗ്ഷൻ 2ലേക്ക് ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ഫംഗ്ഷൻ 1നെ വിളിക്കുന്നു. അഗൈൻ വി ആർ ഹിയർ, ദെൻ ഇറ്റ് റൊട്ടേറ്റ്സ്. ഓക്കെ, അണ്ടിൽ ദ വാല്യൂ 1 ലെസ് ദാൻ 1 ആകുന്നവരെ അത് കണ്ടിന്യൂ. അപ്പം ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ 2നെ വിളിക്കുന്നു, ഫംഗ്ഷൻ 2 വീണ്ടും ഫംഗ്ഷൻ 1നെ വിളിക്കുന്നു. ഇറ്റ് കണ്ടിന്യൂസ്. ഇത് മറ്റൊരു റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ക്യാൻ ഗോ ഇൻഫിനിറ്റ് ലൈക്ക് എ ലൂപ്പ്. ഒരു ലൂപ്പ് പോലെ അവസാനിക്കാതെ പോയേക്കാം. പക്ഷെ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് തീർച്ചയായും പാലിച്ചിരിക്കണം. ദ ബേസ് ക്രൈറ്റീരിയ ഈസ് ദാറ്റ് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 1 ബേസ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സച്ച് ദാറ്റ് വെൻ ദിസ് കണ്ടീഷൻ ഈസ് മെറ്റ് ദ ഫംഗ്ഷൻ സ്റ്റോപ്സ് കോളിംഗ് ഇറ്റ് സെൽഫ് റിക്കേഴ്സീവ്ലി. ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ വീണ്ടും അത് അതിനെ തന്നെ വിളിക്കാൻ പാടില്ല. അപ്പം ഈ ഒരു എക്സാമ്പിളിനകത്ത് വാല്യൂ ലെസ് ദാൻ 1 അതാണ് അതിൻ്റെ ബേസ് ക്രൈറ്റീരിയ. ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ പിന്നെ റിക്കേർഷൻ സംഭവിക്കുന്നില്ല, ഇറ്റ് റിട്ടേൺസ് ഫ്രം ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, മറ്റൊന്ന് പ്രോഗ്രസീവ് അപ്രോച്ച്. അതായത് ഇപ്പം ഇത് നോക്കൂ, വാല്യൂ 1 കൊടുത്തു വിട്ടു, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം വാല്യൂ 1 -1 ആണ്. ഇതിൽ നിന്നൊന്ന് കുറയുന്നുണ്ട്, കുറഞ്ഞ് എപ്പോഴെങ്കിലും അവസാനിക്കും. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ റിക്കേഴ്സീവ് കോൾസ് ഷുഡ് പ്രോഗ്രസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ടൈം എ റിക്കേഴ്സീവ് കോൾ ഈസ് മെയ്ഡ് ഇറ്റ് കംസ് ക്ലോസർ ടു ദ ബേസ് ക്രൈറ്റീരിയ. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അത് ആ ബേസ് ക്രൈറ്റീരിയയ്ക്ക്, ആ നിർത്താനുള്ള കണ്ടീഷനിലേക്ക് അടുത്തടുത്ത് വരുന്ന രീതിയിലായിരിക്കണം ആ പ്രോഗ്രസീവ് അപ്രോച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് ട്രീ ടെർമിനോളജി. ട്രീ എന്ന് പറഞ്ഞാൽ കുറേ നോട്ട്സ്, ആ നോട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് എഡ്ജസും. ഓക്കെ, ഇപ്പം ട്രീയും ഒരു ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്, അരേ പോലെ, ലിങ്ക് ലിസ്റ്റ് പോലെ, സ്റ്റാക്ക്, ക്യൂ പോലെ. പക്ഷെ അതെല്ലാം ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിരുന്നു. ദാറ്റ് മീൻസ് ദേ സ്റ്റോർ ഡാറ്റ സീക്വൻഷ്യലി. അപ്പം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം ഡാറ്റ സൈസ് കൂടുന്നതനുസരിച്ച് ടൈം കോംപ്ലക്സിറ്റിയും കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ട്രീ ഡാറ്റ സ്ട്രക്ചർ അലൗ ക്വിക്കർ ആൻഡ് ഈസിയർ ആക്സസ് ടു ദ ഡാറ്റ ആസ് ഇറ്റ് ഈസ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ട്രീ ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ട്രീയുടെ കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നോഡ്. എ നോഡ് ഈസ് എൻ എൻറ്റിറ്റി that contains a key or value and pointers to its child nodes.
The last nodes of each path are called leaf nodes or external nodes that do not contain a pointer or link to child nodes. The node having at least a child node is called an internal node. ഓക്കെ, അപ്പം നോഡ് എന്ന് പറഞ്ഞാൽ ഈ വൺ എന്ന് പറയുന്ന ഒരു നോഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും. അതുകൂടാതെ അതിൽ നിന്ന് അതിൻ്റെ ചൈൽഡിലേക്ക് പോകാനുള്ള ഒരു ലിങ്കും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോഡ് ഏതാണെന്ന് കാണിക്കാനുള്ള ഒരു പോയിന്ററും കാണും. അപ്പോൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ലെവലിൽ കാണുന്ന നോഡിനെ നമ്മൾ ലീഫ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ നോഡ് എന്നാണ് പറയുന്നത്. ഇത് ലാസ്റ്റ് നോഡാണ്. ഇതിൽ നിന്ന് പിന്നെ ഒരു നോഡില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കില്ല, ഡാറ്റ പാർട്ട് കാണും. അപ്പോൾ ദ നോഡ് ഹാവിങ് അറ്റ്ലീസ്റ്റ് എ ചൈൽഡ് നോഡ് ഈസ് കോൾഡ് ആൻ ഇന്റേണൽ നോഡ്. അതായത് ഒരു ചൈൽഡെങ്കിലും ഉള്ള ഒരു നോഡിനെ നമ്മൾ ഇന്റേണൽ നോഡ് എന്നാണ് പറയുക. ഇപ്പോൾ 2 ഈസ് ആൻ ഇന്റേണൽ നോഡ്. ഓക്കെ, അപ്പോൾ അതാണ് നോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എഡ്ജ്. എഡ്ജ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ 2 നോഡ്സ്. 2 നോഡുകൾ ഇടയിലുള്ള ആ ലിങ്കിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോപ്പ് മോസ്റ്റ് നോഡ് ഓഫ് ദ ട്രീ. ഏറ്റവും മുകളിലുള്ള നോഡിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. പാത്ത് റെഫേഴ്സ് ടു ദ സീക്വൻസ് ഓഫ് നോഡ്സ് അലോങ് ദ എഡ്ജസ് ഓഫ് എ ട്രീ. അതായത് ഇപ്പം 1 2 4 ദിസ് ഈസ് എ പാത്ത്. 1 3 is a path, 1 to 5 is a path. So path refers to the sequence of nodes along with the edges of a node. അപ്പം ഈ എഡ്ജിൻ്റെ ഒരറ്റത്ത് മറ്റേ അറ്റത്ത്, ഓക്കെ, ആ അറ്റത്ത് നിന്ന് വേറൊരു എഡ്ജ്, ലൈക്ക് ദാറ്റ് ഇസ് എ പാത്ത്. നെക്സ്റ്റ് വൺ ഈസ് പേരൻറ്റ്. എനി നോഡ് എക്സെപ്റ്റ് ദ റൂട്ട് നോഡ് has one edge upward to a node called parent. റൂട്ട് നോഡിനല്ലാതെ വേറെ ഏതൊരു നോഡിനും അതിൽ നിന്ന് അപ്വേർഡ് ഡിറക്ഷനിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ എഡ്ജ് ചെന്ന് നിൽക്കുന്നത് അതിൻ്റെ പാരൻറ്റിലേക്കാണ്. ഓക്കെ, ദെൻ ചൈൽഡ്. ദ നോഡ് ബിലോ എ ഗിവൺ നോഡ് കണക്റ്റഡ് ബൈ ആൻ എഡ്ജ് ഡൗൺവേർഡ് ഇസ് കോൾഡ് ഇറ്റ്സ് ചൈൽഡ് നോഡ്. ഇപ്പം 2, അതിൻ്റെ താഴേക്ക് ഒരു നോഡ് ഉണ്ട്. 2ൻ്റെ ചൈൽഡാണ് 4. 4ൻ്റെ പേരൻ്റാണ് 2. ദെൻ ലീഫ്. The node which does not have any child node is called a leaf node. Here 4, 5, 3 are leaf nodes. Okay, so these are some basic terminologies of tree, that is node, edge, root, path, parent, child, leaf, etc. Then again one more topic, subtree. Subtree represents the descendants of a node. Root 2, 4, 5. 2, 4, 5 is a subtree of this particular node starting from node 1. Then visiting. Visiting refers to checking the value of a node when control is on the node. Visiting means we are checking the value of a particular. നമ്മൾ 2ൽ നിൽക്കുകയാണെങ്കിൽ 2ൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. So we visited that node. That is it. Traversing means we are passing through the nodes in a specific order. Okay. So we are traversing 1 2 4. That is traversing. 1 2 5. Another traversing. Okay. So that is traversing. Then levels. A level of a node represents the generation of a node. If the root node is at level 0, then its next child node is at level 1. Its grandchild is at level 2 and so on. Example നാത്ത് ഇത് റൂട്ട് നോഡാണ്. So this is at level 0. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ 2ഉം 3ഉം ആണ്. This is at level 1. 4 and 5 level 2, like that. Then keys. Key represent a value of a node based on which a search operation is to be carried out for a node. Key means the value of a node. ആ നോഡിനകത്ത് ഡാറ്റനെയാണ് കീ എന്ന് പറയുന്നത്. Height of a node. Height of a node is the number of edges from the node to the deepest leaf. Height of a node means number of edges from the node to the deepest leaf. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ഹൈറ്റ് ഓഫ് നോഡ് 1 എന്ന് പറഞ്ഞാൽ 1 2 2 ആണ് അതിൻ്റെ ഹൈറ്റ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് അപ് ടു ദ ലാസ്റ്റ് നോഡ്. ഓക്കെ, ഹൈറ്റ് ഓഫ് 2 ഈസ് 1.
Then depth of a node. Depth of a node is the number of edges from the root to the node. Depth means number of edges from the root to the node. Okay, so let us see. So what is the depth of 4? 2. Depth of 2? 1. Okay. So what is the height of a tree? Height of a tree is the height of the root node or depth of the deepest node. Either height of the root node or depth of the deepest node. That's height of a tree. Degree of a node. Degree of a node is the total number of branches of that node. Etra branches adil ninnu pogunnundu. That's degree of a node. Forest means collection of disjoint trees is called a forest. Disjoint trees inde oru groupineyana forest ennu parayunnathu. Okay, so that is all for today's video. Okay.